നമസ്കാരം. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ നേതാവ് റിജിത് ശങ്കറിനെ ക്രൂരമായി കൊല ചെയ്ത RSSകാർ കുറ്റവാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ പ്രതികളായ മുഴുവൻ ആളുകളെയും കുറ്റം ചെയ്തെന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് കാണാൻ കാത്തിരുന്ന റിജിത്തിൻ്റെ അച്ഛൻ ശങ്കരൻ ഇതിനകം മരണപ്പെട്ടു. 19 കൊല്ലവും 4 മാസങ്ങളുമായി നെഞ്ചു നീറി കണ്ണീർ വാർത്ത് കാത്തിരുന്ന റിജിത്തിൻ്റെ അമ്മ ജാനകിക്കും സഹോദരിക്കും ഇനി ശിക്ഷ എന്താണ് എന്ന് അറിയാനുള്ള വിങ്ങലാണ്. അമ്പലം ആയുധ പരിശീലന കളരിയാക്കാനുള്ള RSSൻ്റെ പരിപാടിക്കെതിരെ പോസ്റ്റർ പതിച്ചും പ്രസംഗിച്ചും പ്രചാരണം നടത്തിയതിന് മറുപടിയായിരുന്നു സംഘപരിവാറിൻ്റെ കൊലക്കത്തി. ലക്ഷ്യം റിജിത്തും സഖാക്കളായ കൂട്ടുകാരുമായിരുന്നു. കൂട്ടുകാർക്ക് ജീവൻ തിരിച്ചു കിട്ടി. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ റിജിത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. സംഘപരിവാറിൻ്റെ കൊലക്കത്തിക്കിരയായവർ നിരവധിയാണ്. ജീവച്ഛവമായവർ അതിലേറെ വരും. തിരുവോണ ദിവസം RSSൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ P ജയരാജനെ തേടിയെത്തിയ സംഘത്തെ സ്മരിക്കാതെ ഈ ദിവസം കടത്തിവിടാനാകില്ല. രാഷ്ട്രീയ തർക്കങ്ങളിൽ ജീവൻ പോയവർ എല്ലാ ഭാഗത്തുമുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത്. എന്നാൽ രാഷ്ട്രീയ വിരോധം കൊണ്ട് കൊല്ലപ്പെടുന്നവരുടെ ചേരി നോക്കി പ്രതിപട്ടികയിൽ CPIMകാരുണ്ടെങ്കിൽ മരണപ്പെട്ടവൻ്റെ ജീവിതവും കുടുംബവും വലിയ വിലപ്പെട്ടതാകുന്ന കപട രാഷ്ട്രീയത്തിന് മുന്നിൽ റിജിത്തിനുമുണ്ട് അമ്മയും പെങ്ങളുമെന്ന് പറയുകയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ഉള്ളത് ഡിവൈഎഫ്ഐ നേതാവ് VK സനോജ്, വലത് സഹയാത്രികൻ മിഥുൻ വിജയകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. റിജിത് ശങ്കറിൻ്റെ കൊലയാളികൾക്ക് ശിക്ഷ വിധിക്കാൻ കോടതി കാത്തു നിൽക്കുമ്പോൾ, കുറ്റവാളികളാണ് എല്ലാ പ്രതികളും എന്ന് കോടതി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് കേരളം ചർച്ച ചെയ്യേണ്ടത്? എന്തൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് തേടുന്നത്? എന്താണ് വിവിധ അതിഥികൾക്ക് പറയാനുള്ളത് എന്നാണ് നോക്കുന്നത്. ഏറ്റവും ആദ്യം മിഥുൻ വിജയകുമാറിലേക്ക് പോവുകയാണ്. മിഥുൻ, ഈ റിജിത്തിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ വേദന കൂടി നമ്മളൊക്കെ കാണേണ്ടതുണ്ടല്ലോ. ഓരോ ദിവസവും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള കഥകൾ വരുമ്പോഴൊക്കെ നമ്മൾ നടുങ്ങുകയും ആ രീതിയിൽ വലിയ ചർച്ചകളിലേക്ക് പോവുകയും ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊലക്കത്തി താഴെ വെക്കാറായില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നും അതേ ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിക്കേണ്ടി വരികയാണോ? എന്താണ് മിഥുന് തോന്നുന്നത്? നോക്കൂ ഡോക്ടർ ലാൽ, ഇന്നത്തെ വിധി അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ജനുവരി 7 വരാൻ പോകുന്ന വിധി തീർച്ചയായും റിജിത്തിന്റെ കുടുംബത്തിന് വലിയ ആശ്വാസം ഉണ്ടാകും. നീതി ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അതിൽ രാഷ്ട്രീയം ഒന്നും പറയാൻ ഒരു എന്താ പറയുക സ്കോപ്പില്ലാത്ത വിഷയമാണ് ഈ പൊളിറ്റിക്കൽ മേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പൊളിറ്റിക്കൽ മേഡേഴ്സ് ഏതൊരു സംസ്ഥാനത്തിലാണെങ്കിലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും ഏത് പാർട്ടിയുടെ അഫിലിയേഷനുള്ള ആളുകളാണെങ്കിലും അവരതിൽ നിന്നും മാറി നിൽക്കണം. ഇങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നടപടികൾ എടുക്കാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇതിനെ നോക്കിക്കാണുക. റിജിത്തിന്റെ അമ്മയ്ക്ക് എന്താ പറയാ അവരുടെ വിഷമം ഇന്ന് നമുക്ക് ഈ പറയുന്ന പോലെ പല മാധ്യമങ്ങളും അത് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് എല്ലാവർക്കും മനസാക്ഷിയുള്ള ഓരോ വ്യക്തിക്കും തോന്നുക. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കേരളത്തിലെ ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് ഒരു റിജിത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിംഗിൾ കൊലപാതകത്തിലൂടെയോ ഒതുങ്ങുന്നതല്ല. അതിനൊരു വലിയ ചരിത്രമുണ്ട്. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിപ്പം RSSകാരുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും ലീഗുകാരുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും CPMകാരുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ
ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ദൂരത്ത് നിൽക്കുന്ന ഒരു KC നാരായണി അമ്മയുടെ കഥ. അവരുടെ ഭർത്താവ് 2002-ൽ CPIM-ന്റെ ആക്ടിവിസ്റ്റുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. പിന്നീട് 2017-ൽ അവരുടെ മകൻ നഷ്ടപ്പെടുന്നു. ഈ അമ്മയെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് ഭർത്താവും മകനുമാണ്. ഇന്ന് വരെ നീതി ലഭിച്ചിട്ടില്ല. അങ്ങനെ നീതി ലഭിക്കാത്ത ഒരുപാട് കഥകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾക്കൊരു രാഷ്ട്രീയ ചുവ നൽകേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ RSSനെ കുറ്റവാളികളാക്കി, അല്ലെ RSS ആണ് ഇതിന്റെ കാരണക്കാരെന്ന് പറയുന്ന രീതിയിൽ ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഇഷ്യൂ ആണ് ഇവിടെ എന്താ പറയുക പരിഗണിക്കാതെ ശ്രീ പോകുന്നത്. മിഥുൻ RSS എന്ന് വിജയകുമാർ, പറയുന്നത് എനിക്ക് താങ്കൾ തോന്നുന്നത് ഇപ്പോൾ ഒരു ഈ കാര്യങ്ങൾ 1980-ന്റെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മിഥുൻ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പിണറായിയിലുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് കൂടി പറഞ്ഞല്ലോ. അത് ഒട്ടും രാഷ്ട്രീയമില്ലാതെയാണ് താങ്കൾ അത് സൂചിപ്പിച്ചത് എന്ന് തന്നെ ഞാൻ വളരെ പോസിറ്റീവായി എടുത്തോട്ടെ. അല്ല, ഞാൻ പറയട്ടെ, എൻ്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ. അതങ്ങനെ തന്നെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുകയാണ്. അതുപോലെ നമുക്ക് ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ ഇതിൻ്റെ കാരണക്കാരെ കൂടി പറഞ്ഞു പോകണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ കാര്യത്തിൽ റിജിത്ത് ശങ്കറിൻ്റെ കൊലപാതകത്തിൽ, ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും ദുഃഖത്തിൽ നമ്മൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി ഈ കാര്യങ്ങളിലേക്ക് പോകണം, ഇതിനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ. ഞാൻ അതിനു മുമ്പ് റിജിത്തിൻ്റെ അമ്മയും സഹോദരിയും ഇന്ന് പറഞ്ഞ ആ വാക്കുകൾ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പ്രകടിപ്പിച്ച ആ വികാരം, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്താണ് പറയാൻ തോന്നുന്നത് നോക്കാം. അതിലേക്കൊന്ന് പോവാം. ആശ്വാസമുണ്ട് എനിക്ക്. സന്തോഷമുണ്ട്. ഇത്രയും കൊല്ലം കാത്തേക്കേണ്ടി വന്നു. 19 കൊല്ലം 3 മാസമായി ശിക്ഷ വിധിക്ക്. അതിനു വേണ്ടി കാത്തിരുന്നാള് 17 കൊല്ലമായി ജീവിച്ചു. 2 കൊല്ലം മാസമായി അയാളും പോയിട്ട്. ഞാൻ തനിച്ച. ഇതിനപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇത് കേട്ടത് സന്തോഷമുണ്ട്. ഇത് കേൾക്കാൻ എൻ്റെ അച്ഛനില്ലാതെ പോയി. അച്ഛൻ 17 കൊല്ലം കാത്തു നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പാർട്ടി എല്ലാവരും നമ്മളെപ്പോഴും ഉണ്ട്. ക്ഷേത്രത്തിൽ ശാഖ നടത്താൻ അവിടെ ആയുധ കളരി ആക്കാൻ ശ്രമിച്ചതിനെ തടഞ്ഞതിന്, അല്ലെങ്കിൽ അതിനെതിരെ പ്രചരണം നടത്തിയതിന്, അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വൈരാഗ്യം കൊണ്ട് RSSൻ്റെ നേതാക്കളുടെ ആസൂത്രണം എന്ന് തന്നെ പറയാം. ആ അർത്ഥത്തിൽ ഈ പറയുന്ന RSS പ്രവർത്തകർ റിജിത്തിനെയും കൂട്ടുകാരെയും വകവരുത്താൻ ശ്രമിച്ചു. അതിൽ റിജിത്തിൻ്റെ ജീവൻ പോയി. മറ്റുള്ളവർക്ക് ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വലിയ ഗുരുതരമായ പരിക്കുകളുണ്ടായി. റിജിത്തിൻ്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. 19 വർഷവും 4 മാസവും എണ്ണി കാത്തിരിക്കുകയായിരുന്നു അവർ. നിമിഷങ്ങൾ എണ്ണി ഇവർക്ക് ശിക്ഷ കിട്ടാൻ, റിജിത്തിന് നീതി കിട്ടാനായി. ആ സഹോദരി പറഞ്ഞത് കേട്ടല്ലോ. അച്ഛൻ നീറി മരിച്ചു. 17 കൊല്ലമാണ് അദ്ദേഹം കാത്തിരുന്ന ഈ കാര്യം കാണാനാകാതെ മരണപ്പെട്ടത്. ഇത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് ചോദിക്കുമ്പോൾ മിഥുൻ വിജയകുമാർ, ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയതിന് ശേഷം അതിനെ നിയമപരമായി പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, ഒരു പ്ലാനിങ് ഒക്കെ കാണുമ്പോൾ അത് ഒറ്റയ്ക്കൊരു 3-4 പ്രാദേശിക RSS നേതാക്കൾ മാത്രമായി നടത്തിയെടുക്കുമെന്ന് കാണേണ്ടതില്ല. അതിലേക്കൊക്കെ ചോദ്യങ്ങൾ ഉയരേണ്ട മാധ്യമ ചർച്ചകൾ ഇന്നത്തെ ദിവസം ഉണ്ടാകേണ്ടതാണ്. ആരാണ് ഇതിന് പിന്നിൽ ആസൂത്രണം നടത്തിയത്? ഇതിൻ്റെ മേൽത്തട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എന്നൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങളും സംഭാഷണങ്ങളും സംവാദങ്ങളും ഇന്നില്ല. പക്ഷെ ആ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. മിഥുൻ, മറുപടി എന്താകും? ഡോക്ടർ ലാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിജിത്തിന്റെ അമ്മയുടെയും സഹോദരിയുടെയും വിഷമത്തോടൊപ്പം പങ്കുചേരുന്നവരാണെന്ന് കേരളത്തിലെ 100% മലയാളികളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ആർക്കും ഒരു എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഈ ഒരു വിഷയത്തെ താങ്കൾ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ചുരുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതേ വേദന അനുഭവിക്കുന്ന ഓരോ അമ്മയും പെങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും എടുത്തു നോക്കിയാൽ കാണാനുണ്ട്. ഞാൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ധർമ്മടത്തെ ആ അമ്മയുടെ കഥ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇങ്ങനെയുള്ള അമ്മമാരുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നാരായണി അമ്മയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടത് 2002-ലാണ്.
അവർക്ക് നീതി അല്ല, നമ്മളതന്ന് അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകും. നമ്മളതൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇന്നത്തെ ദിവസം അന്ന് നന്നായി അത് ചർച്ച ചെയ്തിട്ടുണ്ടാകും. കാരണം അത് CPM-ന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായി എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പൊ അത് നല്ലവണ്ണം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇന്നിപ്പോ ഈ വിഷയത്തിൽ റിജിത്തിന്റെ അമ്മയും പെങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് റിജിത്തിന്റെ കൊലയാളികളെ നമ്മൾ ചർച്ച ചെയ്യാതെ വിടണോ? ആ കാര്യങ്ങളിലേക്ക് നമ്മൾ സ്പെസിഫിക് ആയി വരണ്ടേ? തീർച്ചയായും വിടാൻ പാടില്ല. പക്ഷേ അത് ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യണം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് ഏതറ്റം വരെ പോകണമെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച നടത്തണം. ശരി, അതിലേക്ക് വരാം. നമുക്ക് അത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരൊറ്റ മിനിറ്റിൽ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ റിജിത്തിന്റെ കൊലയാളികളായ RSS നേതാക്കളായ RSSന്റെ പ്രാദേശിക നേതാക്കളായ 9 പേർ, 10 പേരുണ്ട്, അതിലൊരാൾ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബാക്കി 9 പേരും കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. 9 പ്രതികളും പൂർണ്ണമായും കുറ്റവാളികളാണെന്ന് കണ്ടെത്തി ശിക്ഷ കാത്തിരിക്കുമ്പോൾ അത് RSSന്റെ ഏതറ്റം വരെ ഇതിൻ്റെ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകണ്ടേ? അല്ല, RSSന്റെ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഇതിൽ. കാരണം അവർക്ക് RSSുമായിട്ട് ഏത് തരത്തിലുള്ള അഫിലിയേഷൻ ആണെന്ന് എനിക്കറിയില്ല. അപ്പം അവർ RSS പ്രവർത്തകരാണോ അതോ RSS അത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് അറിയാത്ത സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അവർ RSS പ്രവർത്തകരാണെങ്കിലും അവർ ഏത് പ്രവർത്തകരാണെങ്കിലും അവർ ശിക്ഷ അർഹിക്കുന്നവരാണ്. കാരണം കോടതിയിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ശിക്ഷ അർഹിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ പറയാൻ സാധിക്കും അവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണെന്ന്. അല്ല, രാഷ്ട്രീയമല്ല ഇതിന്റെ കൊലപാതക രാഷ്ട്രീയം. തീർച്ചയായും അവർ പോലും ശിക്ഷിക്കപ്പെടണം. എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ പ്രതികൾ ആയിട്ടുള്ള ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയും ശിക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് എനിക്ക്. അതിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ അഭിപ്രായം പറയാൻ സാധിക്കും. ആരോപണം നേരിടുന്ന ആ പാർട്ടിയുടെ പ്രതികരണം വരണ്ടേ? അതിന്റെ നേതാക്കൾ പ്രതികരിക്കണ്ടേ? BJP-യുടെയും RSSന്റെയും നേതാക്കൾ പ്രതികരിക്കണ്ടേ? അങ്ങനെയുള്ള പ്രതികരണങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ജോലി താങ്കളുടെ അല്ലേ, എന്റെ അല്ലല്ലോ. അപ്പൊ താങ്കൾ അവരെ സമീപിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അവരുടെ റെസ്പോൺസ് എന്താണ്? അത് താങ്കൾ പറയൂ. ഇവിടെ അല്ല, ഞാൻ മാത്രമല്ല, ഇന്നത്തെ ദിവസം കേരളം ഇതുപോലൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൽ പ്രതികളെ ശിക്ഷിക്കുമ്പോൾ അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ പെരിയയിൽ നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലുള്ള ചർച്ച ഇന്ന് നടന്നാലല്ലേ മാധ്യമങ്ങൾ ആ ചർച്ച നടക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കൂടിയാണ് ഞാൻ ഈ വിമർശനം നടത്തുന്നത്. ഞാൻ ഒരു ചെറിയ കാര്യം താങ്കളോട് ചോദിച്ചോട്ടെ. താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, കേരളത്തിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. താങ്കൾക്ക് ഈ പറയുന്ന പോലെ ഒരു RSS നേതാവിനെ വിളിച്ച് ഇതിന്റെ ഒരു അഭിപ്രായം എടുക്കാൻ സാധിച്ചു. താങ്കൾ എന്തുകൊണ്ട് വിളിച്ചില്ല? താങ്കൾ ആരെ വിളിച്ചു എന്നെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ BJP നേതാക്കളെ വിളിച്ചിരുന്നു. അവർക്ക് ഇതിനോട് പ്രതികരിക്കാൻ വലിയ താല്പര്യമില്ല. ഏത് നേതാവാണ്? താങ്കൾ പേര് പറയും. ആ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, അതിൽ അർത്ഥമില്ല. ഞാൻ തുറന്നു പറഞ്ഞല്ലോ, BJP നേതാക്കളെ ഞാൻ ഈ ചർച്ചയിലേക്ക് വിളിച്ചിരുന്നു. അവർക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് BJP-യോട് സ്നേഹമുള്ള സഹയാത്രികനായുള്ള ഒരാളെ ഞാൻ ഈ ചർച്ചയിലേക്ക് താങ്കളെ ക്ഷണിച്ചത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് BJP-യോട് സ്നേഹമുണ്ടോ സ്നേഹമില്ല എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്റെ ചില നിലപാടുകൾ BJP-ക്ക് സപ്പോർട്ടീവ് ആയിരുന്നു എന്ന കാര്യം ശരിയാണ്. ഞാൻ മൈഗവിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മൻ കി ബാത്ത് പോലുള്ള കാര്യങ്ങളുടെ ബാക്കെൻഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെന്നെ ഒരു BJP-കാരനാക്കുന്നില്ല. ഞാൻ ഒരു BJP-യുടെ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ എന്റെ ചില നിലപാടുകൾ, എന്റെ ചില എഴുത്തുകൾ, അതിലൊക്കെ ഒരു പക്ഷേ ഒരു റൈറ്റ് വിങ് ചായ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതി ഞാൻ കൊലപാതകങ്ങളെ അല്ലെങ്കിൽ BJP നടത്തുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയങ്ങളെയും ന്യായീകരിക്കുമെന്ന ധാരണയിലൊന്നും താങ്കൾ പോകേണ്ടതായിട്ടില്ല. എനിക്കിവിടെ എന്റെ വ്യക്തമായ നിലപാടുണ്ട്. ഇങ്ങനെയുള്ള മേഡേഴ്സ് അത് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും, അത് BJP എക്സിക്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ, CPM എക്സിക്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേത് പാർട്ടി എക്സിക്യൂട്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മിഥുൻ വിജയകുമാർ, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളിൽ താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള BJP RSS ശക്തികൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്ന് മാപ്പ് പറയേണ്ടത് എന്നുള്ളത് താങ്കൾ ഇവിടെ പറയണ്ടേ? TP ചന്ദ്രശേഖരന്റെ കൊലപാതകികൾ എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് മാപ്പ് പറഞ്ഞത്? ശ്രീ ഡോക്ടർ ലാൽ, സുഹൈബിന്റെ വധക്കേസിൽപ്പെട്ട ആളുകളൊക്കെ ഇന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുഭവിക്കുന്നവരല്ലേ? ഫേസ്ബുക്കിൽ CPM-ന്റെ ഒരു എന്താ പറയാ ഒരു ഗുണ്ട സെക്ഷനിൽ പെട്ട ആളുകൾ വളരെയധികം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ആറാടിക്കൊണ്ട് ജീവിക്കുന്നു. അവർക്ക് ജയിലിലേക്ക് തോന്നിയ പോലെ പോകാം, ഇറങ്ങി വരാം, അവർക്ക് എല്ലാ തരത്തിലുള്ള റിലാക്സേഷനും കിട്ടുന്നു. അതുപോലെ ആകണമെന്നാണോ താങ്കൾ പറയുന്നത്? ഞാനിപ്പോ ഈ 2 കൊലപാതകങ്ങളെയും താങ്കൾ ചൂണ്ടിക്കാട്ടിയ 2 കൊലപാതകങ്ങളെയും ഞാൻ ന്യായീകരിച്ചിട്ടില്ല. പിന്നെ താങ്കൾ അതെന്തിനാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോ റിജിത്തിന്റെ കാര്യത്തിൽ റിജിത്തിന്റെ കൊലയാളികൾ ഇവിടെ ഇപ്പോ ശിക്ഷ കാത്തിരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സംഘങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യത്തിൽ ബാധ്യതയില്ലേ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് മറുപടി പറയാൻ? അല്ല, അങ്ങനൊരു ബെഞ്ച് മാർക്ക് നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകം നടത്തി കഴിഞ്ഞ് ഒരു പാർട്ടി വന്നിട്ട് മാപ്പ് അപേക്ഷിക്കുന്ന കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 2 കൊലപാതകങ്ങളുടെയും ഒരു എക്സാമ്പിൾ ആയിട്ട് താങ്കളോട് പറഞ്ഞത്.
ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം നടത്തിയതിനു ശേഷം CPM വന്നിട്ട് മാപ്പ് പറഞ്ഞോ? അല്ലെങ്കിൽ ഷുഹൈബിന്റെ കൊലപാതകത്തിന് ശേഷം ഈ പറഞ്ഞ വ്യക്തി അത് പിന്നെ എന്ത് ആത്മാർത്ഥതയിലാണ് താങ്കൾ പറഞ്ഞത്? ഇതിനി ഇവിടെ ആവർത്തിക്കാൻ പാടില്ല, ഇത്തരം കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല, താങ്കൾ വലിയ മുതലക്കണ്ണീർ ഒഴുക്കിയല്ലോ. അതെന്ത് അർത്ഥത്തിലാണ്? എനിക്ക് ആത്മാർത്ഥതയിൽ സംശയം. അല്ലല്ല, ഞാനിവിടെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ഡോക്ടർ ലാൽ. ഇവിടെ അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഉണ്ടോ? ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കഴിഞ്ഞാൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾ വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ആകാശ് തില്ലങ്കേരി ന്യായീകരിക്കല്ലേ ചെയ്തത്? അല്ല, ആകാശ് തില്ലങ്കേരി ഞങ്ങളുടെ ഭാഗമല്ല എന്നല്ലേ പറഞ്ഞത്? പക്ഷെ CPM വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ആളാണ് എന്നും ചുരുങ്ങിയ പക്ഷം ഒരു കാര്യം പറയാം. ഇവിടെ ഇപ്പൊ CPM മാത്രം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന്റെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും കാര്യങ്ങൾ വരുമ്പോ CPM മാത്രമാണ് ഉത്തരം പറയേണ്ടത്, CPM മാത്രമാണ് ഇവിടെ എന്താണ് കത്തി താഴെ വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ BJPയുടെയും RSSന്റെയും ഭാഗത്തും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് അതാത് ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമ്പോഴെങ്കിലും നമ്മൾ ഇത് തുറന്നു പറയണം. ഞാൻ വരാം. നമ്മളിപ്പോൾ 15 മിനിറ്റായി നമ്മൾ തമ്മിലാണ് സംസാരിക്കുന്നത്. VK സനോജും M ജയചന്ദ്രനും കൂടി കാത്തിരിക്കുന്നു. അവരോട് ഒരു ഘട്ടത്തിലേക്ക് പോയിട്ട് ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. VK സനോജ്, എന്താണ് റിജിത്തിന് സംഭവിച്ചത് എന്നെങ്കിലും കേരളം ഇന്ന് അറിയേണ്ടതുണ്ട്. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചതാണ്. കേരളം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോലുമില്ല, ഈ വാർത്ത പോലും വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. 2005 നടന്ന റിജിത്തിൻ്റെ ഈ കൊലപാതകം അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും നേരെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? റിജിത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചത്? നാളെ 2005 കണ്ണൂർ ജില്ലയിൽ ചെറുകുന്ന് കണ്ണപുരം ചുണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് തച്ചങ്കണ്ടി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ചാണ് റിജിത്ത് എന്ന ചെറുപ്പക്കാരനെ RSSന്റെ ഗുണ്ടാസംഘം അതിനിഷ്ഠൂരമായി കുത്തിക്കൊലപ്പെടുന്നത്. റിജിത്തിനെ മാത്രമല്ല, റിജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ സംഘടിതമായി ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘം അവിടെ എത്തിയത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആക്രമണമാണ്. റിജിത്ത് അതിനു മുന്നേ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാവുകയോ മറ്റെന്തെങ്കിലും സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ശത്രു പട്ടികയിൽ വന്ന ആളോ അല്ല. ആ പ്രദേശത്തെ DYFഐയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അവിടെയുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിന്റെ നേതൃത്വമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു റിജിത്ത്. എന്തായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള അവരുടെ പ്രകോപനത്തിന്റെ കാരണം? ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച്, അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSS വ്യാപകമായി അവരുടെ ആയുധ പരിശീലനം ആരംഭിക്കുന്നു. അപ്പോൾ ചുണ്ടയിൽ ക്ഷേത്രത്തിൽ ആയുധ പരിശീലനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടായി. ജനങ്ങൾക്കിടയിൽ നിന്ന് വ്യാപകമായ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിന്റെ എല്ലാം ഭാഗമായി നിന്നു, അത്തരം കാര്യങ്ങളെ എതിർക്കാൻ വേണ്ടി മുന്നിൽ നിന്നു എന്ന കുറ്റമാണ് സഖാവ് റിജിത്തിന്റെ പേരിൽ അവർ ചുമത്തിയത്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ കയറി ശാഖ നടത്തും, ഞങ്ങൾ അമ്പലത്തിൽ കയറി ആയുധ പരിശീലനം നടത്തും, ചോദിക്കാൻ വന്നാൽ ഇതായിരിക്കും ഗതി എന്നാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനോടും കണ്ണൂരിലും പ്രത്യേകിച്ച് തലശ്ശേരി താലൂക്കിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ RSS ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരം അക്രമങ്ങളെല്ലാം ചെറുത്തുകൊണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത്. അതുകൊണ്ട് സഖാവ് റിജിത്തിനെ കൊന്നുകളഞ്ഞാൽ, അല്ലെങ്കിൽ റിജിത്തിനെ പോലുള്ള ധീരരായിട്ടുള്ള സഖാക്കളെ കൊന്നുകളഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSനോടുള്ള എതിർപ്പ് എല്ലാം മാറ്റിവെച്ച് അവിടെ കൊടിയെല്ലാം മടക്കി വെച്ച് അവര് പോയിക്കൊള്ളും, അവർ തിരിഞ്ഞു പോവും എന്നാണ് ഇവരെല്ലാം കരുതിയത്. പക്ഷേ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. പക്ഷേ ഇവിടെ റിജിത്തിന്റെ കൊലപാതകം ഉണ്ടായി. റിജിത്തിന്റെ കൊലപാതകം നടന്നിട്ടിപ്പോ 19 വർഷം കഴിഞ്ഞു. ആ 19 വർഷത്തിന് ശേഷം ഇന്നിപ്പോ കോടതിയിൽ ആ പ്രമാദമായ കേസിൽ ഒരു വിധി ഉണ്ടായപ്പോ എത്ര ആളുകൾ ആ വിധി അറിഞ്ഞു? സമാനമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ചേരിയിൽപ്പെട്ട ആരെങ്കിലും പ്രതിയാവുകയാണെങ്കിൽ അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ന്യൂസ് ടൈമിൽ ചർച്ചയായിട്ട് വരുമായിരുന്നു. ഇന്നിപ്പം പ്രൈം ടൈമിൽ ചർച്ചക്ക് വെച്ച മറ്റേത് ചാനലുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ചാനലുകളെല്ലാം ഒന്ന് മാറി മാറി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാനലിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ രാവിലെ മുതൽ ഈ വിധി അറിഞ്ഞത് മുതൽ വാർത്താ ചാനലുകളൊക്കെ ഓടിച്ചു നോക്കി. പക്ഷേ അവരുടെ ഫേസ്ബുക്ക് അതിനകത്തോ ഏതെങ്കിലും യൂട്യൂബ് ലിങ്കിനകത്തൊന്നും കാര്യമായിട്ട് ഈ വാർത്തയുടെ ഒരു കാര്യവും വരുന്നില്ല. നേരെ മറിച്ച് മറ്റ് ചില കേസുകളിൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ട് ആരെങ്കിലും പ്രതികളാവുന്ന കേസുകളാണെങ്കിൽ അത് തത്സമയ വാർത്തയാണ്, ബ്രേക്കിംഗ് ന്യൂസ് ആണ്, വൈകുന്നേരം ചർച്ചയാണ്, നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടാവും, സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണം ഉണ്ടാവും. ഇങ്ങനെ പലരുടെയും പ്രതികരണം എടുത്ത് ആ വാർത്തയെ വളരെ ലൈവായി നിർത്തിയിട്ടുള്ള അനുഭവമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, റിജിത്തിന് അച്ഛനുണ്ടായിരുന്നില്ലേ? റിജിത്തിന് കുടുംബം ഉണ്ടായിരുന്നില്ലേ? അമ്മയുണ്ടായിരുന്നില്ലേ? സഹോദരന്മാരുണ്ടായിരുന്നില്ലേ?
അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ലേ? അവരുടെയെല്ലാം വേദന എന്തുകൊണ്ടാണ്, അവരുടെയെല്ലാം ദുഃഖം എന്തുകൊണ്ടാണ് ചാനലുകൾ പ്രദർശിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് റിജിത്തിന്റെ നാട്ടിൽ പോയിട്ട് ഒരു ബൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വളരെ ക്രൂരമായി 19 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കൊലയ്യപ്പെട്ടിരുന്നു, ആ കൊലയ്യപ്പെട്ട സംഭവത്തിന്റെ വിധി ഇതാ വന്നിരിക്കുന്നു, എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്ന് ഒരു ചാനലും അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ല, കൈരളി ഉൾപ്പെടെയുള്ള വളരെ അപൂർവം ചാനലുകൾ ഒഴികെ. അപ്പൊ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. അപ്പൊ ചില കാര്യങ്ങളെ പർവ്വതീകരിക്കുന്നു. ഈ ഒറ്റ അനുഭവം മാത്രമല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നാദാപുരത്ത് 19 വയസ്സുള്ള ഷിബിൻ എന്ന ചെറുപ്പക്കാരനെ വാളുകൊണ്ട് മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ ലീഗിന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട നേതൃനിരയിൽപ്പെട്ട ആളുകൾ 7 പേർ ജയിലിലേക്ക് പോയത്. ആ വാർത്തയും അതുമായി ബന്ധപ്പെട്ട കോടതി വിധിയും ഇവിടെ ചർച്ചയല്ല. അന്നാരും ഇതുപോലെ പ്രൈം ടൈമിനകത്ത് ചർച്ചക്ക് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? എത്രയെത്ര സംഭവങ്ങൾ. ഇപ്പൊ മലപ്പുറത്ത് തുവൂരിൽ സുജിത എന്ന് പറയുന്ന ഒരു പാവം വീട്ടമ്മയെ സ്വന്തം വീട്ടിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ജിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ വിളിച്ചു വരുത്തി ആ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി അവിടെ കുഴിച്ചു മൂടുകയാണ്. എന്നിട്ട് സുജിതയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി സുജിതയുടെ ബന്ധുക്കളുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കേരള പോലീസ് ഒന്നിനും കൊള്ളാത്ത പോലീസാണ്, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി UDF തീരുമാനിക്കുന്നു. ആ UDFന്റെ മാർച്ചിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊലപാതകിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി മുൻകൈയെടുക്കുന്നു, പ്രചരണ പ്രവർത്തനത്തിലെല്ലാം പങ്കാളിയാവുന്നു. അവസാനം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ രേഖയെല്ലാം പരിശോധിച്ചപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയുടെ വീട്ടിന്റെ മുറ്റത്ത് ഈ പാവപ്പെട്ട യുവതിയുടെ ജഡം കുഴിച്ചിട്ടിരിക്കുന്നു. അത് എത്ര ചാനലുകൾ ചർച്ച ചെയ്തു? ഒരു ചാനലും ചർച്ച ചെയ്തില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൊലയ്യപ്പെടേണ്ടതാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൊല സംഗീതം പോലെ ആസ്വദിക്കുക. കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന കേസുകൾ ശിക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ ആ വാർത്തയെല്ലാം തമസ്കരിക്കുക എന്നാണ് ഇപ്പോ ഒടുവിൽ റിജിത്തിന്റെ കോടതി വിധി ഉൾപ്പെടെ വന്നപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. 10 പ്രതികളിൽ 9 പേരാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് റിജിത്ത് കേസിൽ. ആ 10 പ്രതികളിൽ 9 പേരെയും ശിക്ഷിക്കുന്നു. ഒരു പ്രതി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടതാണ്. അപ്പൊ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ ഏറ്റവും ശരിയായ നിലയിലുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട ആ തെളിവുകളും എത്ര ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പൊ RSSന്റെ നേതൃത്വത്തിന്റെ ഉത്തരവ് അനുസരിച്ച് അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കൊലയെ അതിന് ഒരു രാഷ്ട്രീയവുമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് അതൊരു സാധാരണ സംഭവമാണ് എന്ന മട്ടിലാണ് മാധ്യമങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സഖാവ് റിജിത്ത് കൊലയപ്പെടുന്നത്. അപ്പൊ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഈ ഇരട്ടത്താപ്പ് നമുക്ക് തുറന്നു കാണിച്ചേ മതിയാവൂ. മാധ്യമങ്ങൾ വാർത്തകൾ തമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് നല്ലതുപോലെ ആലോചിക്കേണ്ട ഘട്ടമാണ്. അപ്പോൾ ഒരുപറ്റം മാധ്യമങ്ങൾ സംഘടിതമായി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ CPIM എന്ന് പറഞ്ഞാൽ DYFI എന്ന് പറഞ്ഞാൽ അത് ആക്രമിക്കുന്ന ആളുകളുടെ സംഘമാണ്, അത് കൊലപാതകം നടത്തുന്ന ആളുകളുടെ സംഘമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ചില കേസുകളെ പർവ്വതീകരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള മാധ്യമങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് എന്നാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ M ജയചന്ദ്രനിലേക്ക് കൂടി പോകട്ടെ. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ VK സനോജ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾക്ക് അത് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ഇപ്പോൾ മാധ്യമങ്ങൾ ഈ CPMന്റെ നേതാക്കളോ CPMന്റെ പ്രവർത്തകരോ പ്രതികളായിട്ടോ ഒക്കെ വരുന്ന ചില കേസുകളാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു രീതിയിൽ പോലും അല്ലാതെ ഒരു കൊലപാതക രാഷ്ട്രീയം ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ, നല്ല അർത്ഥത്തിലാണെങ്കിൽ കൂടി ഈ റിജിത്തിൻ്റെ കൊലപാതകത്തിൻ്റെ കേസ് ഇങ്ങനെ വിധി വരുമ്പോഴെങ്കിലും അതും ചർച്ച ചെയ്യണ്ടേ? ഇത് ചർച്ച ചെയ്യാതിരിക്കുന്നതിൽ ഒരു അനീതി ഉണ്ടോ, ഒരു വിവേചനമുണ്ടോ? അത് സനോജ് പറയുന്ന കാര്യത്തിൽ അടിസ്ഥാനമുണ്ടോ? ഡോക്ടർ ലാൽ, വിവേചനം എന്ന് പറയുന്നത് താങ്കളിപ്പോൾ ചോദിച്ച കാര്യത്തിൽ മാത്രമല്ലല്ലോ റിജിത്തിൻ്റെ കേസിൽ കാണുന്നത്. നമ്മുടെ ഈ നിയമരംഗത്തെ ഒരു അടിസ്ഥാന പ്രമാണം തന്നെ ഉണ്ടല്ലോ, എപ്പോഴും ഉദ്ധരിച്ച് പറയുന്നൊരു സംഗതി, പിന്നെ വൈകി കിട്ടുന്ന നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ആ അടിസ്ഥാന പ്രമാണം.
ഈ റിജിത്തിൻ്റെ കേസിൽ എത്ര പ്രാവശ്യമാണ് ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തി ഹൈക്കോടതി വരെ കേസ് കൊടുക്കുക, പ്രോസിക്യൂഷനെ അപകീർത്തിപ്പെടുത്തി വീണ്ടും ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുക, അങ്ങനെ മനഃപൂർവ്വം കേസിൻ്റെ തുടർ നടപടികൾ വൈകിപ്പിക്കുക എന്നുള്ള നടപടികൾ എത്ര ബോധപൂർവവും ആസൂത്രിതവുമായിട്ടാണ് ചെയ്തത് ഈ കേസിൽ. അത് ചർച്ച ചെയ്യണ്ടേ? ഇതിപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യണ്ട എന്നൊക്കെയാണ് കാഴ്ചപ്പാടെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം തന്നെയാണ് ഈ കേസിനെ ഇത്ര വൈകിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൈകി കിട്ടുന്ന നീതി നിഷേധിക്കുന്നത് തുല്യമാണെന്ന് പറഞ്ഞത് CPM-കാരുമല്ല, LDF സർക്കാരിലെ ആരുമല്ല. അത് മനസ്സിലാക്കണം. സർക്കാർ പിന്നെ CPM-ൻ്റെയോ LDF-ൻ്റെയോ ഗവൺമെൻറ് ആൾക്കാരല്ല. ഇത് നിയമരംഗത്തെ അടിസ്ഥാന പ്രമാണമായിട്ട് തന്നെ നിലനിൽക്കുന്നൊരു വാക്യമാണ്. ആ വാക്യം ഇവിടെ ഈ കേസിൽ പ്രാവർത്തികമാക്കിയതിന് പിന്നിൽ എന്ത് എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കൈരളി ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ റിജിത്തിൻ്റെ വധത്തിൽ ഈ ഇന്നത്തെ വിധിക്കുള്ള പ്രസക്തി എന്ത് എന്നുള്ളതാണല്ലോ രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ടെന്നേ, മാറ്റിവെച്ചോളൂ. പക്ഷേ എന്താണ് ഈ വധത്തിൽ ഇന്നത്തെ ചർച്ചയുടെ പ്രസക്തി എന്നുള്ളത് പറയേണ്ടതല്ലേ? പറയാൻ കഴിയാതെ പോകാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പിന്നെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ആരാധനാലയങ്ങളെ മതവർഗീയത വളർത്താനുള്ള ഇടമായി ഉപയോഗിക്കുന്ന RSSൻ്റെ ഇവിടുത്തെ പ്രവർത്തന രീതി, ആ ശൈലി. അതിനെ ചെറുക്കുന്നതാണ് ഇവിടെ കണ്ടത്, ഈ ചുണ്ടയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കണ്ടത്. ഇതൊരു ചുണ്ടയിൽ ക്ഷേത്രത്തിൽ മാത്രമായിരുന്നോ? കേരളത്തിൽ ഉടനീളം RSS അങ്ങനെയല്ലേ വളർന്ന് പന്തലിക്കാനായിട്ട് പദ്ധതിയിട്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നത്? ഉടനീളം അങ്ങനെയല്ലേ? ഏത് ജില്ലയിലാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില RSS ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് എന്നൊന്ന് പറയാൻ കഴിയുമോ? ഇതൊക്കെ ചരിത്രമാണ്, കേരളത്തിൻ്റെ സമീപകാല ചരിത്രമാണ്. ഒരുപാട് പിറകോട്ടൊന്നും പോകണ്ട. ഈ സമീപകാല ചരിത്രത്തിൻ്റെ അകത്തു നിന്നോട് ചർച്ച ചെയ്യുമ്പോൾ ഈ ചുണ്ടയിൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം, പിന്നെ റിജിത്ത് മരണപ്പെട്ടതിന് ശേഷം കണ്ണൂരിൽ ഇപ്പോൾ RSSകാർക്ക് പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ശാഖ നടത്താൻ എന്താണ് ധൈര്യപ്പെടാത്തത്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നല്ല, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ കാര്യം എടുത്താൽ മതി. അത് ജനങ്ങളുടെ ചെറുത്തുനിൽപ്പാണ്. സ്വാഭാവികമായും ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളായിരിക്കും, പാർട്ടിയായിരിക്കും, യുവജന സംഘടനയായിരിക്കും, ഒക്കെ ഉണ്ട്. അത് പക്ഷേ ജനങ്ങളാണ്, ചെറുത്തുനിന്നത് ജനങ്ങളാണ്. ആ ചെറുത്തുനിൽപ്പിന് അർത്ഥമുണ്ടായി എന്ന് പറയുമ്പോൾ റിജിത്തിൻ്റെ വധം നടത്തിയവർ എന്താണ് ഉദ്ദേശിച്ചത്? ആ ലക്ഷ്യം നടക്കാതെ പോയി. എങ്ങനെ? റിജിത്തിൻ്റെ വധത്തിലൂടെ ജനങ്ങൾ കൂടുതൽ ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം എന്ന് കരുതി തന്നെ മുമ്പോട്ട് വന്നു. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ, ഒരു ക്ഷേത്രങ്ങളിലും ഈ ആയുധ പരിപാടി നടക്കാൻ പറ്റാത്ത നിലയിലേക്ക് RSSന് മാറി ഒതുങ്ങി പോകേണ്ടി വന്നു. ഇതാണ് വസ്തുത. നിങ്ങളിതിൻ്റെ അകത്ത് പിന്നെ രാഷ്ട്രീയം കാണണ്ട, കക്ഷി രാഷ്ട്രീയം കാണണ്ട. പക്ഷേ അതിൽ ഒരു മതരാഷ്ട്രീയമുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. ആ മതരാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കുത്തിവെച്ച് വളർത്താൻ ശ്രമിച്ചത്. ആ മതരാഷ്ട്രീയം എങ്ങനെ ഇല്ലാതെ പിന്നെ ഈ പറയാൻ ഇത്തരം ചർച്ചകളിൽ അത് എങ്ങനെ പറയാതിരിക്കും? പക്ഷേ ഇത് പറയാതിരിക്കുന്നുണ്ട്. ആര്? കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ ഒന്നാകെ അത് പറയാതിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പിന്നെ മറ്റേ പെരിയ കേസിൻ്റെ വിധി വന്ന ദിവസമാണല്ലോ. ഞാൻ ഇന്നലെ ആദ്യം ന്യൂസ് 18-ലും പിന്നീട് മനോരമ ന്യൂസിലുമായിരുന്നു ചർച്ചയ്ക്കിരുന്നത്. അപ്പോൾ പിന്നെ രണ്ട് കേസിലും പിന്നെ CBIക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തിനാണ് കോടിക്കണക്കിന് രൂപ സർക്കാർ മുടക്കിയത്? ഇതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ മറുപടി പറഞ്ഞു വരുമ്പോൾ അത് കേൾക്കണ്ട. ഞാൻ പറഞ്ഞു അതങ്ങനെ ശരിയാവും, നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് പറയാനുള്ള അവകാശം എനിക്കുമില്ല. അങ്ങനെ ചർച്ചയിൽ പോകാൻ ഞാൻ തയ്യാറല്ല. അതിന് ഞാനത് അംഗീകരിക്കുന്ന കൂട്ടത്തിലേ അല്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ഈ ക്രൈംബ്രാഞ്ചിൻ്റെ FIR റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ FIR റദ്ദാക്കുകയാണ്. FIR അല്ല, ചാർജ് ഷീറ്റ്, കുറ്റപത്രം. അതിനെയാണ് സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത് ഡിവിഷൻ ബെഞ്ചിൽ. ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ കീഴിലാണല്ലോ ഈ ലോ ആൻഡ് ഓർഡർ. അതുകൊണ്ട് ചോദിച്ചല്ലേ പറ്റൂ. ചോദിച്ചു, ഞങ്ങളുടെ പോലീസ് നന്നായിട്ട് തന്നെ അന്വേഷിച്ചു, എന്തിനാണ് റദ്ദാക്കിയത്, ഈ ചാർജ് ഷീറ്റ് റദ്ദാക്കിയത് എന്തിനാണ്?
ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ചു. പിന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി തെറ്റാണ് എന്ന് പറയുക മാത്രമല്ല അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു, പുനഃസ്ഥാപിച്ചു. ഏത് ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ ചാർജ് ഷീറ്റ് പുനഃസ്ഥാപിച്ചു. എന്നിട്ട് പറഞ്ഞു CBI അന്വേഷിച്ചു, പക്ഷേ പുതിയ ചാർജ് ഷീറ്റ് ഒന്നും ഇടണ്ട, സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് മതി. ഇതാണ് വിധി. ഈ വിധിക്ക് അവിടെ നിന്നില്ല. സംസ്ഥാന സർക്കാർ വീണ്ടും CBI തന്നെ വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി, അത് പറയാൻ സമ്മതിക്കില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു സെലക്റ്റീവ് ഡിമെൻഷ്യ വരും, ബോധപൂർവമായ ഒരു മറവ് വരും, മാധ്യമ അവതാരകർക്കടക്കം വരും, അത് മാധ്യമ മീഡിയ ഹൗസുകൾക്ക് മൊത്തവും വരും. അത് ഇപ്പം ഞാനൊരു കാര്യം പറയാനിരിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിർത്തിയേക്കുക, എന്നെ ആ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതില്ല, ഞാൻ പച്ചയ്ക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള മനോഭാവമാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ രാഷ്ട്രീയ നിലപാട് തന്നെയാണത്. നമ്മൾ ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയണ്ട എന്ന് ആവർത്തിച്ച് ഇദ്ദേഹം പറയുമ്പോൾ പിന്നെ ഇവിടെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയം തന്നെയാണ് പുറത്തെടുക്കുന്നത്. എന്നിട്ടാണ് ഇത്തരം ചർച്ചകളെ ബോധപൂർവം തമസ്കരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സെലക്റ്റീവ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഇത്തരം ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതം ബലി കൊടുത്ത് കടന്നുപോയത് വൃഥാവിലായില്ല, വെറുതെ ആയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്ഷേത്രാങ്കണങ്ങളിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ നടത്താനായിട്ട് RSSനും അവരുടെ അനുബന്ധ സംഘടനകൾക്കും കഴിയാതിരിക്കുന്നത്. അതൊരു വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ. അപ്പോൾ റിജിത്തിൻ്റെ ജീവൻ വെടിഞ്ഞത് വൃഥാവിലായില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ ചർച്ച ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് റിജിത്തിനോട് കാണിക്കുന്ന മറ്റൊരു അനീതിയാകും. അങ്ങനെ ചർച്ച ചെയ്യാതെ പോയാൽ അത് റിജിത്തിനോട് കാണിക്കുന്ന മറ്റൊരു അനീതിയാകും എന്നാണ് ശ്രീ M ജയചന്ദ്രൻ പറയാൻ വരുന്നത്. ഞാൻ വരാം ശ്രീ M ജയചന്ദ്രൻ താങ്കളിലേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി അതിനെ തുടർന്ന് താങ്കളോട് ചോദിക്കാനുണ്ട്. അത് അടുത്ത റൗണ്ടിൽ എല്ലാവരോടും ചോദിക്കാമെന്ന് തോന്നുന്നു. അതിന് തുടക്കമിടുകയാണ് മിഥുൻ വിജയകുമാറിലേക്ക് പോയിക്കൊണ്ട്. മിഥുൻ ദാ ഇപ്പോൾ ഇവിടെ സനോജും M ജയചന്ദ്രനും പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് രാഷ്ട്രീയമാണ്, ഈ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വർഗീയത കേരളത്തിൽ പരത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നതാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷം കൂടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. രണ്ടാമത്തേത്, ഈ കേസ് നടത്തിപ്പിൽ തന്നെ റിജിത്തുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകത്തിൻ്റെ ഈ കേസ് നടത്തിപ്പിൽ തന്നെ ഉണ്ടായ ചില വൈകിക്കലുകൾ, നിയമപരമായ രംഗത്തുണ്ടായ ചില പ്രശ്നങ്ങൾ ഒക്കെ ഇതൊന്നും സ്വാഭാവികമല്ല എന്നുള്ളതാണ്. അത് ഈ ആരാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, ഇതിനെ നിയന്ത്രിക്കുന്നത്, ഈ കൊലയാളികളെ സഹായിക്കുന്നത്, അവരുടെ കൂടി ഇടപെടൽ കൊണ്ടാണ് അതിങ്ങനെയായി മാറുന്നത് എന്നതാണ്. അതത്ര നിസ്സാരമല്ല. ചർച്ച ചെയ്യണ്ടേ? തീർച്ചയായും ചർച്ച ചെയ്യണം ഡോക്ടർ ലാൽ. ഇവിടെ അവരുടെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഓരോ കൊലപാതകവും ചർച്ച ചെയ്യപ്പെടണം. പക്ഷെ അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ അതിന്റെ ഒരു ബ്രോഡർ ആസ്പെക്ടിനെ നോക്കിക്കാണണം. എന്തുകൊണ്ട് ഈ കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളായിരിക്കണം നടക്കേണ്ടത്. പക്ഷെ ഒരു റിജിത്തിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ 100 പേര് വേറെ പറയാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഈ പറയുന്ന CPM പ്രതിനിധിയോടും ഇടതുപക്ഷ സഹയാത്രികനോടും. ഇവിടെ 2016-നും 2019-നും ഇടയിലുള്ള ദ വീക്ക് പബ്ലിഷ് ചെയ്ത ഒരു ഡാറ്റയുണ്ട്. അതിൽ പറയുന്നത് 20ഓളം ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടു. അതിൽ കൂടുതലും കൊല ചെയ്യപ്പെട്ടത് CPM ഇതര കക്ഷികളാണ്. അപ്പം CPIM കേരളം ഭരിക്കുന്ന സമയത്ത് ഇത്രയധികം കൊലപാതകങ്ങൾ നടന്നപ്പോ അതിൽ എത്ര കൊലപാതകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്? അതിൽ എത്ര കൊലപാതകങ്ങൾ കൈരളി ചർച്ച ചെയ്തു? കൈരളിയുടെ രാഷ്ട്രീയത്തോട് യോജിപ്പുള്ള ഒരു ചർച്ചാ വിഷയം എടുക്കുമ്പോൾ അത് മറ്റ് ചാനലുകൾ എടുത്തില്ല എന്ന് പറഞ്ഞത് ശരിയില്ല. കാരണം ഞാൻ ഇവിടെ ചോദിക്കട്ടെ, പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഞാൻ ഇതിനകത്ത് താങ്കൾ ഈ പറഞ്ഞ പീരീഡിൽ വീക്കിന്റെ ഡേറ്റ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ അനുസരിച്ച് ഏതാണ്ട് 2016 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള 17ഓളം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM പ്രവർത്തകരാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് നടന്ന 17 പേർ CPM-കാരാണ്. താങ്കൾ 20 പേരുടെ കൊലപാതകം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ 17 പേർ CPM പ്രവർത്തകരാണ്. ഞാൻ 16-നും 19-നും ഇടയിലുള്ള ഡാറ്റയാണ് എടുക്കുന്നത്. അതിലെ
ഭൂരിമിക്ക കൊലപാതകങ്ങളും CPM ഇതര കക്ഷികളുടെയാണ്. CPM-കാരുടെ അല്ല, BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരുകളുണ്ട്. ഇവരോടൊന്നും തോന്നാത്ത ഒരു സഹതാപം ഇന്ന് ഡോക്ടർ ലാലിനും ഇവിടെയുള്ള CPM സഹയാത്രികർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം അല്ല, അത് മാത്രമല്ലേ. മിഥുന് അപ്പൊ ഇതൊരു തോന്നുന്നതാണ്, broader മിഥുന് aspect ൽ തോന്നുന്നതാണ്. കാണണമെന്ന് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറയട്ടെ. പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധി വന്നപ്പോഴും ഞാൻ ചർച്ചയ്ക്ക് എടുത്തതാണ്. അന്ന് VK സനോജ് ഈ ചർച്ചയിൽ തീർച്ചയായും ഉണ്ടായിരുന്നു. ഡോക്ടർ ലാൽ, കൈരളി എടുക്കോ ഇല്ലെന്നുള്ള നിങ്ങൾക്ക് ഡോക്ടർ ലാൽ, സംശയമായിരുന്നല്ലോ. ഞാൻ ചർച്ച ചെയ്തതാണ്. സെൻസേഷണൽ ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ ചോദിച്ച ചില പേരുകളുണ്ട്. ഇവിടെ ബിനീഷിന്റെ കൊലപാതകം കൈരളി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 ഈ കൊലപാതകം നടന്നത്. സന്തോഷ് 2017 കൊല്ലപ്പെട്ട ഒരു BJP പ്രവർത്തകനാണ്. ഷുഹൈബിന്റെ കൊലപാതകം തീർച്ചയായിട്ടും വളരെ സെൻസേഷണൽ ആയ വിഷയമായിരുന്നു. അതുകൊണ്ട് ചർച്ച ചെയ്യാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഗുരുവായൂർ കൊല്ലപ്പെട്ട ആനന്ദ് എന്ന് പറഞ്ഞ BJP പ്രവർത്തകൻ, ഇവരുടെ ഒന്നും പേര് പോലും ആർക്കും ഓർമ്മ നിൽക്കില്ല. ഇന്ന് ഇവിടെ വന്നിരുന്നു കൊണ്ട് രാഷ്ട്രീയം പറയുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. നിങ്ങൾ ഇവിടെ പറയുന്നു BJP RSS ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ BJP RSSന്റെ വളർച്ച എപ്പോഴാണ് ഉണ്ടായത്? RSSന്റെ വളർച്ച കേരളത്തിലുണ്ടായത് 1980-കളുടെ ഒരു തുടക്കത്തിലാണ്. ഒരു 70-കളുടെ അവസാന ഘട്ടത്തിലാണ് RSS ആക്ച്വലി വളർന്നു തുടങ്ങിയത് തന്നെ കേരളത്തിൽ. അതിനു മുമ്പ് എന്താ കൊലപാതകം ഉണ്ടായിട്ടില്ലേ? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ ഞാൻ ചോദിക്കട്ടെ, 1980-കളുടെ തുടക്കത്തിലാണ് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ വളർച്ച നമ്മൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയത്. ജനസംഘും RSSും RSSന്റെ സപ്പോർട്ട് കൂടിയുള്ള പാർട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഇത്ര വലിയ പ്രസൻസ് ഒന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം അതിൽ അക്യൂസ്ഡ് ആരായിരുന്നു? ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അതിൽ അക്യൂസ്ഡ് ആയിരുന്നു. വാടിക്കൽ രാമകൃഷ്ണന്റെ കേസിൽ ശ്രീ പിണറായി വിജയൻ അക്യൂസ്ഡ് ആയിരുന്നില്ലേ? അന്ന് തുടങ്ങിയ കൊലപാതകത്തിന്റെ ചരിത്രമാണ്, അതിന്റെ തുടർച്ച മാത്രമാണ്. താങ്കൾ ഈ പല പേരുകളും പറയുന്നുണ്ടെങ്കിലും ഈ റിജിത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് താങ്കൾ ആ ചർച്ചയിലേക്ക് വരുന്നില്ലല്ലോ. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ താങ്കൾ തന്നെ വലിച്ചെറിഞ്ഞതുപോലെ ഉണ്ടല്ലോ. ഞാനിവിടെ റിജിത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. ഞാനിവിടെ ഒരിക്കലും റിജിത്തിന്റെ കൊലപാതകത്തെ ന്യായീകരിക്കാനല്ല ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്കിവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മിഥുൻ, ഈ പറഞ്ഞ റിജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം നിയമപരമായ വൈകിക്കലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സഹായിച്ച ആളുകൾ അതൊക്കെ RSS BJP നേതാക്കളായിരിക്കുമല്ലോ. ഈ RSSകാരെ സഹായിക്കുന്നവരായിരിക്കുമല്ലോ. അവരൊക്കെ പുറത്തേക്ക് വരണ്ടേ? ആ പറഞ്ഞ ആളുകൾ പുറത്തേക്ക് വരണം എന്നുള്ളത് താങ്കൾ ഏതെങ്കിലും ഒരു വരിയിൽ പറഞ്ഞോ? ഡോക്ടർ ലാൽ, ഞാനിവിടെ തുടക്കം മുതലേ പറഞ്ഞൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വ്യക്തിയും അതിന്റെ പിറകിൽ ഉള്ള ആളുകളാണെങ്കിൽ പോലും, അതിന് മറ്റു രീതിയിലുള്ള ബാക്ക് ആൻഡ് സപ്പോർട്ട് കൊടുത്തവരാണെങ്കിലും ആരാണെങ്കിലും, അത് എത്ര ഉയർന്ന നേതാവാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇതിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് താങ്കൾ കടക്കുന്നില്ല. ഈ ഒരു ഇഷ്യൂ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇതൊരു കൾച്ചറൽ ഡൈനാമിക്സിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചറൽ ഡൈനാമിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചല്ലോ ഈ ഒരു സെലക്ടീവ് ഡിമെൻഷ്യ എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനോരമ എന്താ BJPയുടെ ചാനലാണോ? മാതൃഭൂമി എന്താ BJPയുടെ ചാനലാണോ? 24 BJPയുടെ ചാനലാണോ? റിപ്പോർട്ടർ BJPക്ക് ഇവിടെ കേരളത്തിൽ വലിയ മീഡിയ പ്രസൻസ് ഇല്ല എന്നൊരു കാര്യം ഓരോ കുട്ടിക്കും ചർച്ചകൾ ഉണ്ടാകുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ തരത്തിൽ CPM-ന്റെ പ്രവർത്തകരോ മറ്റുള്ള ആളുകളോ ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ചർച്ച നടക്കുന്നത് പോലെ അല്ല. ഇതിപ്പോ റിജിത്തിന്റെ കാര്യം വന്നപ്പോ ചർച്ച നടക്കുന്നില്ല. താങ്കൾ തന്നെ ആ ചർച്ചയിൽ നിന്ന് വഴി മാറി പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ എനിക്കും പറയാനുണ്ട് ഡോക്ടർ ലാൽ. ഞാൻ പറഞ്ഞു, അതിനൊന്നും താങ്കൾക്ക് മറുപടിയില്ല, ഈ ഇരിക്കുന്ന ആർക്കും മറുപടിയില്ല. ഞാനിവിടെ പറയാൻ നോക്കുന്ന ഒരു കാര്യം, കേരളത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ സ്കേപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ വേണം അതിനെ നോക്കിക്കാണാം. അല്ലാതെ ഇതൊരു പാർട്ടിയിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം ഈ രീതിയിലാണ് എന്ന് താങ്കൾ പറഞ്ഞു വെക്കുന്നത് ഏത് ഡേറ്റ വെച്ചാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. താങ്കളോട് തന്നെയാണ് ചോദ്യം. താങ്കളോട് തന്നെയാണ് ചോദ്യം. ഈ പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണ്ട എന്നാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്ന് താങ്കൾ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്. RSSന്റെയും BJPയുടെയും നേതാക്കൾക്ക് ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ചാണ്. താങ്കൾ ഇതിനെ എത്ര തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഞാൻ അതിലേക്ക് ആ ഒരു ബേറ്റിലേക്ക് ഞാൻ പിടിക്കുന്നില്ല. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് 1950-കളുടെ തുടക്കം മുതൽക്ക് ഇന്ന് വരെയുള്ള ഡാറ്റ എടുത്ത് താങ്കൾക്ക് പരിശോധിച്ചാൽ മാത്രം മതി. ഇത് ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. ഈ ഡാറ്റയൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. ഇതൊക്കെ കോട്ട് ചെയ്ത് റെഫറൻസ് എടുക്കാൻ പറ്റുന്ന ഡാറ്റയാണ്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയുള്ള കൊലപാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഡാമേജ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു യഥാർത്ഥ വിഷയം. ഇന്ന് റിജിത്തിന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ കൺട്രോൾ ചെയ്യാനും കാലാകാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകളൊക്കെ അത് ഇടപെടുകയൊക്കെ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള ഡേറ്റ അനുസരിച്ച് ഞാൻ ഈ 2016 മുതലുള്ള കണക്കെടുത്തിരിക്കുന്നത്. അതിനുശേഷമാണല്ലോ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു സ്വാധീനം ഉണ്ടാകുന്നത്. ആ സർക്കാർ വന്നതിന് ശേഷം 17 പേരുടെ ജീവൻ പോയത് CPM-ന്റെ നേതാക്കളാണെന്നാണ്, CPM-ന്റെ പ്രവർത്തകരാണെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിന്റെ പേരുകൾ തന്നെ എന്റെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ
ഈ ചർച്ച നടക്കുന്ന കാര്യത്തിൽ അങ്ങനെ കാണുന്നില്ല. താങ്കൾക്കുണ്ടായ ഒരു ഇംപ്രഷൻ പോലെ തന്നെയാണ് എനിക്ക് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തേക്ക് തരുന്ന ഒരു ഇമേജ് അങ്ങനെയാണ്. CPM ആണ് ഇതിൻ്റെ ഒരു ഭാഗത്ത്, ഈ കൊലയാളികളുടെ ഭാഗത്ത് എന്നുള്ള ഒരു ഇമേജാണ് പുറത്തേക്ക് വരുന്നത്. അതെങ്ങനെ ശരിയാവും? ഡോക്ടർ ലാൽ, ഞാനിവിടെ കോട്ട് ചെയ്തത് ദ വീക്ക് എന്ന് പറയുന്ന മാധ്യമത്തെയാണ്. താങ്കൾക്ക് വേണേൽ വെരിഫൈ ചെയ്യാവുന്ന ഒരു ഡാറ്റയാണ്. അതിൽ കൃത്യമായി അവരെടുത്ത് പറയുന്നുണ്ട് CPM-ൽ പെടാത്ത മറ്റു പാർട്ടിയിലുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത് കൂടുതലും 2016-നും 2019-നും ഇടയിൽ. ഞാൻ സനോജ് ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ സാധിക്കുമോ? ഞാൻ വരാം, ഞാൻ മിഥുനിലേക്ക് വരാം. സനോജ് ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ സാധിക്കുമോ? ഈ കാര്യത്തിൽ 2016 മുതൽ 20ഓളം പേർ CPM-ന്റെ എതിരായിട്ടുള്ള ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന വീക്കിൻ്റെ ഒരു ഡേറ്റയെക്കുറിച്ച് പറയുന്നു. രണ്ടായിരത്തി 2016 മുതൽ 2020 വരെ, ഇപ്പം 2024 വരെ എടുക്കൂ, എത്ര പേരെയാണ് CPM-ന്റെ ആളുകളെ കൊലപ്പെടുത്തിയത്? എണ്ണി പറയാമല്ലോ. ഞാനിപ്പോൾ ഓരോ പേരും പറഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ഹക്ക് മുഹമ്മദ് മിഥിലാജ്, തിരുവനന്തപുരത്തെ DYFIയുടെ ധീരരായിട്ടുള്ള പ്രവർത്തകരെ 2 ആളുകളെയാണ് ഒരേ സമയത്ത് കോൺഗ്രസിന്റെ ഗുണ്ടാസംഘം വെട്ടിക്കൊന്നത്. ക്യാമ്പസിൽ കയറിയിട്ടാണ് സഖാവ് ധീരജിനെ വെട്ടിക്കൊന്നത്. എന്തായിരുന്നു പ്രകോപനം? ക്യാമ്പസിലെ KSUSFI സംഘർഷമല്ല, ക്യാമ്പസിൽ കത്തിയെടുത്ത് പോയി പുറത്തു നിന്നുള്ള വാഴത്തോപ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിഖിൽ പൈലി അവിടെ പോയി കുത്തിക്കൊന്നു. എന്താ പ്രകോപനം അവിടെ? നിഖിൽ പൈലിക്ക് എന്താ ആ ക്യാമ്പസിൽ കാര്യം? എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങളെല്ലാം എണ്ണം പരിശോധിച്ചാൽ അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് യാതൊരു വിധത്തിൽ അതേപോലെയുള്ള പ്രതികരണം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കുന്നത് ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടാവണം, സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായ ഘട്ടത്തിൽ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ അതിജീവിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് കടുത്ത പ്രകോപനമുണ്ടാക്കി ഞങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം എണ്ണം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 2016 മുതലുള്ള കണക്കിൽ നോക്കുമ്പോൾ മിഥുൻ വിജയകുമാർ, ഇപ്പൊ സനോജ് ചൂണ്ടിക്കാട്ടിയ മിഥിലാജ്, ഹക്ക് മുഹമ്മദ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലെ കാര്യമാണ്. അതുപോലെ ധീരജിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, നിഖിൽ പൈലി ആണ് അതിൽ പ്രതിയായിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം തിരുവല്ലയിൽ BJP പ്രവർത്തകനാൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യുണ്ട്, സന്ദീപുണ്ട്, അഭിമന്യുണ്ട്, സനൂപ്, സന്ദീപുണ്ട് തിരുവല്ലയില്. അതെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഷാജഹാനുണ്ട് പാലക്കാട്, ഹരിദാസനുണ്ട് തലശ്ശേരിയിലുണ്ട്, അതുപോലെ മണിലാലുണ്ട് മൺട്രോത്തുരുത്തിൽ, അനൂപുണ്ട് തൃശ്ശൂര്, അബ്ദുൾ റഹ്മാൻ കാഞ്ഞങ്ങാട്, അതെ, മുഹമ്മദ് മുഹസിനുണ്ട് ആലപ്പുഴയിൽ, മുഹമ്മദ് മുഹസിനുണ്ട്, സുരേഷ് കുമാറുണ്ട് തിരുവനന്തപുരത്ത്, ശശികുമാറുണ്ട് തൃശ്ശൂരിൽ. അങ്ങനെ പല പേരുകളുണ്ട്. ഇതൊക്കെ 2016 മുതലുള്ള 2022 വരെയുള്ള കണക്കാണ്. മിഥുൻ വിജയകുമാർ, ഈ കണക്കിങ്ങനെ പറഞ്ഞ ഇവരാണ് കൂടുതൽ മറ്റവരാണ് കുറവ് എന്ന് പറയാനല്ല. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ പുറത്തേക്ക് പറയുന്ന ഇമേജിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഇമേജ് വരുന്നുണ്ട്. അതാണ് ഞെട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ എടുത്തത് തന്നെ. അല്ല, വളരെ അത്ഭുതം എന്ന് പറയട്ടെ. താങ്കളാണെങ്കിലും ഇവിടെ സനോജ് ആണെങ്കിലും ആക്ച്വലി ചാലഞ്ച് ചെയ്യുന്നത് ദ വീക്ക് 2019 പബ്ലിഷ് ചെയ്ത ഡാറ്റയെ കുറിച്ചാണ്. താങ്കൾ തീർച്ചയായും ഒരു കേസ് കൊടുക്കണം വീക്കിനെതിരെ. കാരണം ഇത്രയും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത അവർ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. VK സനോജ് അത് ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞ ചില പേരുകളുണ്ട്. വിനീഷിന്റെ കാര്യം താങ്കൾ പറയില്ല, സന്തോഷിന്റെ കാര്യം താങ്കൾ പറയില്ല, ആനന്ദിന്റെ കാര്യം താങ്കൾ പറയില്ല, ഷുഹൈബിന്റെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ധീരജിന്റെയും അഭിമന്യുടെയും കാര്യം എടുത്തു പറഞ്ഞല്ലോ. ധീരജിന്റെയും അഭിമന്യുടെയും വിഷയം എന്താ ഇവിടെ ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ടോ? മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഓരോ വ്യക്തിയും അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പം സെൻസേഷണൽ ആയിട്ടുള്ള ചില റെഫറൻസസ് എടുത്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ BJPയുടെ ഭാഗത്ത് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ കൊല ചെയ്യപ്പെട്ട കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഒരുപാട് പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ എടുത്തു വെച്ച് നമുക്ക് ഇവിടെ നിരത്തി സംസാരിക്കുകയാണെങ്കിൽ ഈ 1 മണിക്കൂർ തികയില്ല ഡോക്ടർ. റിജിത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. റിജിത്തിന്റെ കാര്യം പുറത്തേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് നേരത്തെ M ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. ഈ ആയുധപ്പുരകളായി മാറുന്ന അമ്പലങ്ങൾ, അതിന്റെ കാര്യം അത് ഇപ്പോൾ കണ്ണൂരിൽ അങ്ങനെ അധികം വരുന്നില്ല. നാട്ടുകാർ തന്നെ തടയുന്നു. അതാണ് M ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. ഇത് ചർച്ച ചെയ്യണ്ടേ? വളരെ നല്ല പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, വളരെ നല്ല പോയിന്റാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ
അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താ പറയുക പരിശീലനം നൽകുന്നു. RSS എന്താ അവിടെ എന്താ ആംഡ് ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണോ? അവിടെ യോഗ അല്ലെങ്കിൽ മെയ് വഴക്കം പോലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ബോംബ് പൊട്ടിയിട്ട് ബോംബ് ഉണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ച 2 ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് സ്മാരകം പണിയാൻ നോക്കി പാർട്ടി ഏതാണെന്ന് നമുക്കറിയില്ലേ? അല്ല, ബോംബ് പൊട്ടി മരിച്ച 2 RSSന്റെ ആളുകൾ മരിച്ചല്ലോ. എങ്ങനെയാ മരിച്ചത്? അതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുപോയത്. ഞാൻ പറയട്ടെ, മറന്നുപോയോ? അതാണ് ഇവിടെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ ചർച്ചയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു വലിയ വിഷയമാണ്. അല്ല, RSS പരിശീലിപ്പിക്കുന്ന ആയുധപ്പുരകളായി അമ്പലങ്ങളെ കാണുമ്പോ അതിനെ ന്യായീകരിക്കുകയാണ് മിഥുൻ. എന്നിട്ടാണ് മറ്റേ CPM-നെ താങ്കൾ വിമർശിക്കുന്നത്. അല്ല, CPM-ന്റെ ഭാഗത്ത് 2 പ്രവർത്തകർ ബോംബ് ഉണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ചവരെ ആദരിക്കാൻ നോക്കിയത് ഓക്കെയാണ് താങ്കൾക്ക്. അതാണോ താങ്കൾ പറഞ്ഞത്? അതിനൊന്ന് വിമർശിക്കാമോ ഡോക്ടർ ലാൽ? എന്നാൽ ഞാൻ മറുഭാഗത്തേക്ക് ഞാൻ കടക്കാം. ഞാൻ തയ്യാറാണ്. താങ്കളൊന്ന് തയ്യാറാണ്. താങ്കൾ ഈ ഭാഗത്തുള്ള നോക്കൂ, നിങ്ങൾ എല്ലാവരും ഒരേ സമയത്ത് സംസാരിച്ചാൽ എനിക്ക് കേൾക്കില്ല. ഒന്ന് വീണ്ടും ആവർത്തിക്കാമോ? അല്ല, താങ്കൾ മറുഭാഗത്താണെന്നുള്ളത് താങ്കൾ പറയാതെ തന്നെ താങ്കൾ സമ്മതിക്കുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന RSS-നെ ന്യായീകരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. ഇവിടുത്തെ ചർച്ച ഇന്നിപ്പോ മറ്റ് കണക്കുകൾ പറഞ്ഞത് ന്യായീകരിക്കുക എന്നുള്ളതല്ല മിഥുൻ വിജയകുമാർ. എനിക്കറിയേണ്ടത്, ഈ പറയുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇന്ന് നമ്മൾ വിമർശിക്കേണ്ടതും RSS-നെയും BJP-യുമാണ്. നോക്കൂ ഡോക്ടർ ലാൽ, ഞാൻ അവരെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് ഞാൻ അഡ്രസ് ചെയ്തത്. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഞാൻ RSS-നെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിൽ കൊലപാതകികളായി നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ തിരയാൻ പോയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു RSS-ന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ താങ്കൾ പറഞ്ഞുകൊണ്ട് അവർക്ക് RSS അഫിലിയേഷൻ ഉണ്ടെന്നുള്ള അതങ്ങനെ തെളിഞ്ഞൊരു കാര്യമാണെങ്കിൽ അവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതിന്റെ പിറകിലുള്ള ബാക്കറ്റിലുള്ള ഞാൻ വീണ്ടും ആവർത്തിക്കാം കേട്ടോ, താങ്കൾക്ക് വേണ്ടിയിട്ട്, താങ്കൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്, അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഏത് ഉന്നതനായ നേതാവാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊരു വലിയ ഇഷ്യൂ ആണ്, ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്. നമ്മുടെ പൊളിറ്റിക്കൽ RSS-ഉം BJP-യും കൂടെ അതിനോട് പ്രതികരിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുക. അവരെ ഈ ചർച്ചയിലേക്ക് കാണുന്നില്ല. ശരി, VK സനോജ്, ഇപ്പോ മിഥുൻ വിജയകുമാർ പറഞ്ഞ കാര്യത്തിന് താങ്കൾക്ക് മറുപടി പറയാം. ഒപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി എടുത്തിടുകയാണ്. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം അത് കോൺഗ്രസ് പാർട്ടിയാണല്ലോ നമുക്കറിയാം. കോൺഗ്രസ് ഈ അർത്ഥത്തിൽ CPM-നെ ഏത് രീതിയിൽ നിർത്തി കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ ആണ് നേരത്തെ മിഥുൻ പറഞ്ഞ ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അതേസമയം ഈ പറയുന്ന സനാതനത്തിൻ്റെ കൂടെയാണ് VD സതീശനെ പോലുള്ളവർ ഇന്ന് നിൽക്കുന്നത്. അവർ ഈ പറയുന്ന ചർച്ചയിൽ RSS-ൻ്റെയും BJP-യുടെയും അതേ നയം എടുക്കുന്നു. അതൊരു ഭാഗത്ത്. അതേസമയം ശാഖകളുടെ കാര്യത്തിൽ ശാഖകൾക്ക് കാവൽ നിന്ന KPCC പ്രസിഡന്റ് അപ്പുറത്തുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നയവും നിലപാടും ഒക്കെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് BJP-യോടൊപ്പം തുലനം ചെയ്യേണ്ടി വരുന്നുണ്ടോ? ലാല, ഇവിടെ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോ സഖാവ് റിജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ വിധിയുണ്ടാവുന്നു. ആ വിധിയിൽ ആ കേസിൽ ചാർജ് ചെയ്യപ്പെട്ട 9 പേരും, ജീവിച്ചിരിക്കുന്ന 10-ൽ 9 പേരും ശിക്ഷിക്കപ്പെടുന്നു. ആ ശിക്ഷിക്കപ്പെടുന്ന വാർത്ത, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒരു ചാനലും, കൈരളി ഉൾപ്പെടെയുള്ള വളരെ ചുരുക്കം ചാനലുകൾ ഒഴികെ ഇവിടെ മുഖ്യധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ചാനലും വാർത്തയാവുന്നില്ല. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അങ്ങനെ വാർത്തയാവാത്തത്? അത് കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ച കേസാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ കൊലയ്യപ്പെടേണ്ടതാണ് എന്നൊരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് രജിത്തിന്റെ കേസിൽ മാത്രമായിരുന്നില്ലല്ലോ. അതാണ് ഇവിടെ ഗൗരവമായ ചർച്ച. ഇപ്പൊ BJP-യുടെ വക്താവ് മറ്റൊരുപാട് കാര്യങ്ങൾ പറയാണ്. അപ്പൊ അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും പറയേണ്ടി വരും. ഇന്നിപ്പോ സഖാവ് UK കുഞ്ഞിരാമന്റെ രക്തസാക്ഷി ദിനം ആചരിക്കുകയാണ്. 53 വർഷങ്ങൾക്ക് മുന്നേ 1971 ഡിസംബർ 28 മുതൽ തലശ്ശേരി ഭാഗത്തുണ്ടായിട്ടുള്ള കലാപം, ആ തലശ്ശേരിയിൽ RSS ബോധപൂർവം ഒരു കലാപം ഉണ്ടാക്കുകയായിരുന്നു. കലശഘോഷയാത്രക്കേറെ മുസ്ലിം ചെറുപ്പക്കാരിതാ ചെരുപ്പെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കിട്ടിയ ആയുധവുമായിട്ട് പള്ളികൾ ആക്രമിക്കുക എന്ന ആഹ്വാനം RSS-ന്റെ തീരുമാനപ്രകാരം ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു. അന്ന് ഒരുപാട് പള്ളികൾ ആക്രമിക്കപ്പെടുന്നു തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും. പക്ഷെ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ധീരമായ നിലപാടെടുക്കുന്നു. ഒരു പള്ളിയും കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുള്ളിടക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു വീണാൽ മാത്രമേ ഒരു ഇതര മതത്തിൽപ്പെട്ട ആളുകൾ കൊലയ്യപ്പെടാൻ വേണ്ടി പാടുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് പള്ളി ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട്
പള്ളിക്ക് കാവൽ നിന്ന ഒരു ധീരനായിട്ടുള്ള പോരാളിയെയാണ് അവർ കുത്തി വീഴ്ത്തിയത്, സഖാവ് UK കുഞ്ഞിരാമൻ. ഇന്ന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനം ആചരിച്ചുകൊണ്ട് ആ നാട് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കിയിരിക്കുകയാണ്. എന്താ അന്നുണ്ടായിട്ടുള്ള സംഭവം? അപ്പൊ എത്രയോ കാലം മുന്നേ തന്നെ RSS വർഗീയമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോയിക്കാൽ ഒരുപാട് കാര്യങ്ങളോട് പറയേണ്ടി വരും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല ചെയ്യപ്പെടുന്നു, അത് പയ്യന്നൂർ രാമന്തളിയിലാണ്. ആദ്യമായിട്ടൊരു MLA കൊല ചെയ്യപ്പെടുന്നു, ആദ്യമായിട്ടൊരു മുനിസിപ്പൽ ചെയർമാൻ കൊല ചെയ്യപ്പെടുന്നു, ആദ്യമായിട്ടൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൊല ചെയ്യപ്പെടുന്നു. എല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളായിരുന്നു. മുൻ MLA കൊല ചെയ്യപ്പെട്ടു. അപ്പൊ എത്രയെത്ര കൊലപാതകങ്ങൾ, ആ കൊലപാതകത്തിന്റെ എല്ലാം കണക്കുകൾ നോക്കിയിട്ട് എണ്ണം നോക്കിയിട്ട് ചർച്ചയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ അതിന്റെ എണ്ണത്തിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇവിടെ RSSന്റെ നേതാവിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതികളാവുന്ന കേസുകൾ അത് വലിയ രൂപത്തിൽ പ്രചരണത്തോടു കൂടി കൊണ്ടുവരുന്നു. ഇന്നിപ്പോ നാളത്തെ പത്രം നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രം ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ നാളത്തെ മലയാള മനോരമയോ മാതൃഭൂമിയോ അല്ലെങ്കിൽ മറ്റ് മുഖ്യധാര എന്ന് വിശേഷിക്കപ്പെടുന്ന മാധ്യമങ്ങളോ എടുത്താൽ അതിന്റെ ഒന്നാമത്തെ പേജിൽ ഒരിക്കലും റിജിത്ത് വധവുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ഫോട്ടോ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ഇന്നത്തെ പത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എത്ര പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് റിജിത്ത് കേസിനകത്ത് ഇന്ന് വിധിയുണ്ട് എന്ന്? കൊടുക്കാൻ സാധ്യതയില്ല. ചാനലുകൾ എന്തായിരുന്നു അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോ ഇത്തരം വാർത്തകളെല്ലാം ചെറിയ കോളത്തിൽ ഒതുക്കിയിട്ട് മറ്റു ചില വാർത്തകൾ അവിടെ വിന്യസിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ CBIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ അതിനകത്ത് പ്രതികരിക്കപ്പെട്ടു. അത് അന്തിമ വിധിയൊന്നുമല്ല, അതിനകത്ത് അപ്പീൽ ഇനിയും കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് പറയാനുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട്. പക്ഷെ ഇത് അന്തിമ വിധിയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇതാണെന്നും ഇവരെല്ലാം കൊലക്ക് നേതൃത്വം കൊടുക്കുന്നവരാണെന്നും ഇവരെല്ലാം കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന ആളുകളാണെന്നും അങ്ങ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവത്തെ അവർ ഉപയോഗിക്കുന്നു. എന്നാൽ RSS അമ്പലങ്ങളിൽ ഇതുപോലെയുള്ള ശാഖാപ്രവർത്തനം നടത്തുന്നു, ആയുധ പരിശീലനം നടത്തുന്നു. അതിനെ എതിർത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് DYFIക്കാരനായിട്ടുള്ള റിജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ദാരുണമായ സംഭവമായിരുന്നു എന്ന് രണ്ടുവരി പറയാൻ എന്ത് ഇവിടെയുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ആ രീതിയിൽ പഴി കേൾക്കേണ്ടി വരുമ്പോൾ അതിനോടൊപ്പം മാധ്യമങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. അത് മുഖ്യ പ്രതിപക്ഷത്തിന് വേണ്ടി മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നു. അതാണോ CPMന്റെ പരാതിക്ക് കാരണമായി കാണാൻ സാധിക്കുക? ഡോക്ടർ ലാൽ, ഇപ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ ശ്രീ മിഥുൻ ഇപ്പോൾ ഇവിടെ 2016 മുതൽ 20 വരെയുള്ള വീക്കിനെ ഉദ്ധരിച്ചത്. അല്ലാതുള്ള ഒരുപാട് കണക്കുകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ പിന്നെ CPIM കേരള എന്ന് ഗൂഗിൾ ചെയ്താൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആ പേജ് വരും. അതിൽ രക്തസാക്ഷികളുടെ ഓരോ ജില്ല തിരിച്ചുള്ള പടം ഇട്ടിട്ടുണ്ട്, വിവരണമുണ്ട്, ലഘു വിവരണം. കൊല്ലപ്പെട്ടത് 218 പേരാണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും വീക്കിൽ വായിച്ചിട്ടുണ്ടോ? ഇത്രയധികം രക്തസാക്ഷികളുള്ള മറ്റൊരു പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇല്ലല്ലോ. അപ്പോൾ അത്രയധികം പിന്നെ 218 പേര് ആ പാർട്ടിയുടെ രക്തസാക്ഷികളായത് അതിൽ പിന്നെ ഈ പറഞ്ഞ റിജിത്ത് അടക്കമുള്ളവർ രക്തസാക്ഷിത്വം കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ആ പാർട്ടി ഇന്ന് നിലകൊള്ളുന്നതെന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നെങ്കിലുമുള്ളത് അംഗീകരിക്കണം. ഒന്ന്. രണ്ടാമത്, ഈ 2011 UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 2012 മുതൽ നാഷണൽ ലെവലിൽ നാഷണൽ മീഡിയ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഈ അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ അതിക്രമമാണ്, ഭീകരത എന്ന് ചിലർ ഈ ദുർവ്യാഖ്യാനവും കൊടുക്കാറുണ്ട് അതിന്. പക്ഷേ റെട്രോസിറ്റി ഒരു പുതിയ വാക്ക് തന്നെ കണ്ടുപിടിച്ചു നാഷണൽ മീഡിയ ഇന്ത്യയിലെ. ചുവപ്പ് ഭീകരത, ചുവപ്പ് അതിക്രമം, റെട്രോസിറ്റി എന്നാണ് നാമകരണം ചെയ്തത്. അതിന് നാഷണൽ മീഡിയ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അതെവിടെയാണ് റെട്രോസിറ്റി ഉള്ളത്? കേരളത്തിലാണ്. കേരളത്തിൽ ആരാണുള്ളത് റെട്രോസിറ്റിക്ക്? അത് CPM ആണ്. അപ്പോൾ അന്ന് ഭരിക്കുന്നത് ആരാ? ഉമ്മൻചാണ്ടി സർക്കാരാ. പക്ഷേ അത് ബാധകമല്ല.
റെട്രോസിറ്റിയുടെ നാടാണ് കേരളം എന്ന് നാഷണൽ മീഡിയ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടരെ ലേഖനങ്ങൾ എഴുതുകയാണ്. അത് പിന്നെ ഈ വീക്കിലും വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ലേഖനങ്ങൾ. പക്ഷേ അതിനേക്കാളും പ്രധാനം മറ്റ് ഉത്തരേന്ത്യൻ പിന്നെ ഈ ആനുകാലികങ്ങളിലും ദിനപത്രങ്ങളിലും അടക്കമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാനായിട്ട് എത്ര ബോധപൂർവമാണ് പണം ചെലവഴിച്ച് ഇടപെട്ടതെന്ന് ആലോചിക്കണം. ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ബദ്രിനാരായണൻ്റെ ഒരു പുസ്തകമുണ്ട്, പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്നാണ് അതിൻ്റെ പേര് തന്നെ. ഒന്ന് വായിച്ചു നോക്കണം എന്താണ് ഈ സാധനം എന്നുള്ളത് പറയുന്നുണ്ട്, RSS എന്താണെന്നുള്ളത്. ശരി, അവർ പൊളിറ്റിക്കൽ ഹിന്ദുത്വം എങ്ങനെയാണ് അവർ ആ ഐഡിയോളജി കൺവിൻസിംഗ് ആയിട്ട് എങ്ങനെയാണ് കൊണ്ടുവരുന്നതൊക്കെ അതിനകത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ അത് ഉണ്ടായ ഒരു കേരളത്തിനെ സംബന്ധിച്ച് എത്ര പേര് ചർച്ച ചെയ്തിട്ടുണ്ട്? താങ്കളടക്കം ശ്രീ മിഥുൻ വിജയകുമാർ ഈ റെട്രോസിറ്റിയെ പറ്റി ചർച്ച ചെയ്യില്ല. അതാണ് നേരത്തെ സനോജും ചൂണ്ടിക്കാട്ടിയത്. അത്തരം ഒരു ഇമേജ് കേരളത്തെ കുറിച്ചുണ്ടാക്കുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് CPM പിടിച്ചു നിർത്തി. മിഥുൻ വിജയകുമാർ ഈ ചോദ്യങ്ങൾ എല്ലാം CPM നേരെ, അത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണെങ്കിലും UDF ഭരിക്കുമ്പോഴാണെങ്കിലും പിണറായി ഭരിക്കുമ്പോഴാണെങ്കിലും ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടായാൽ അതിന് ഉത്തരം പറയേണ്ടത് CPM. ഇനി ആര് കൊല്ലപ്പെട്ടാലും ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ ഉത്തരവാദി CPM ആണ് എന്ന ചർച്ച ഇത് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും കാരണം കാണാൻ പറ്റുന്നുണ്ടോ? നോക്കൂ ഡോക്ടർ ലാൽ, ഒരു മിനിറ്റേ ഉള്ളൂ, താങ്കൾ ഇടപെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ രാഷ്ട്രീയം CPM-നേക്കാൾ തീവ്രമായി സംസാരിക്കുന്ന അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ ചർച്ചയിൽ ഉടനീളം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇതിനെ ബ്രോഡർ ആസ്പെക്റ്റിൽ ചർച്ച ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്ന് പറയുക എന്നല്ലാതെ ഒരു പേരുകളും ഇവിടെ ഞാൻ പരാമർശിച്ച ഒരുപാട് പേരുകളുണ്ട്. TP ചന്ദ്രശേഖരൻ, ഷുഹൈബ്, ഇവിടെ അങ്ങനെയുള്ള പേരുകളിലേക്ക് അദ്ദേഹം ഒരു നേരം പോലും ടച്ച് ചെയ്യാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ബാഹ്യമായി സംസാരിച്ചു പോവുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരു സമയത്ത് OK വാസു എന്ന് പറയുന്ന ഒരു BJP നേതാവിനെ വളരെയധികം CPIM ടാർഗറ്റ് ചെയ്തൊരു നേതാവായിരുന്നു. അദ്ദേഹത്തെ എന്താ പറയാ വളരെയധികം പ്രതികൂട്ടിലാക്കാൻ നോക്കിയ ഒരാളായിരുന്നു. കാരണം CPM പ്രവർത്തകരെ കൊല്ലുന്നതിന് വലിയൊരു പങ്ക് OK വാസുവിനുണ്ടെന്ന് പറഞ്ഞ ആളുകളാണ്. ആ OK വാസു ഇന്ന് എവിടെ ഇരിക്കുന്നത്? OK വാസുവിന്റെ കൂടെ ഉണ്ടായിരുന്ന OK വാസുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഈ രണ്ടുപേരായിരുന്നു ഒരു സമയത്ത് CPM-ന്റെ ടാർഗറ്റ്. ഈ രണ്ടുപേരും പിന്നീട് CPM-ലേക്ക് വന്നതിന് ശേഷം അവർക്ക് അവിടെ അധികാരങ്ങൾ, അതുകൊണ്ട് സമാധാനം ഉണ്ടായില്ലേ? അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായില്ലേ? ആ പക്ഷത്ത് നിൽക്കുന്നേക്കാൾ നല്ലതല്ലേ നല്ല പക്ഷത്ത് നിൽക്കുന്നത്? ഞാൻ താങ്കളോട് പറഞ്ഞു ഇടപെടരുത്. ഞാനൊരു കാര്യം പറഞ്ഞു, സമയം കഴിഞ്ഞുകൊണ്ടാണ്. ഇത് ഈ പറയുന്ന പോലെ കൊലപാതക രാഷ്ട്രീയത്തിൽ ഈ രക്തസാക്ഷിത്വം ഇവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. ഒരു ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കൂ, അവിടെ രക്തസാക്ഷികളുടെ പേര് ലിസ്റ്റ് കാണാം. ഈ രക്തസാക്ഷിത്വത്തെ താങ്കൾ ഇത്ര ആഘോഷിക്കുന്നുണ്ടല്ലോ, ഇത് വയലന്റ് ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്നതിന് CPM-ന് കാരണം മനസ്സിലാക്കാനാകുന്നുണ്ടോ? CPM എന്തുകൊണ്ട് ടാർഗറ്റ് ആകുന്നു? അദ്ദേഹം ഇവിടെ പൊളിറ്റിക്കൽ ഹിന്ദുത്വ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തോട് നാരായണമ്മയുടെ കാര്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്, BJPക്ക്, വലതുപക്ഷങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് അവർക്കെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിലപാടാണ്. ഇപ്പൊ നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റാൻ, എല്ലാവർക്കും സുഖകരമായി ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന സകല ശക്തികളും ഞങ്ങൾക്കെതിരായി വരും. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി കഴിയൂ. വളരെ ഗൗരവമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ട് നിഷ്പക്ഷതയുടെ ലേബലൊട്ടിച്ച മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ധീരജ് കൊലയപ്പെട്ട സമയത്ത് KPCC-യുടെ അധ്യക്ഷനായിട്ടുള്ള സുധാകരന്റെ നേർക്ക് മാധ്യമങ്ങൾ മയക്ക് നീട്ടിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇതിൽ പ്രതിയായത്, എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സുധാകരൻ പറയുന്നത് ഇതെന്താ ഒരു പുതിയ സംഭവമാണോ? എത്ര KSUക്കാർ, എത്ര വിദ്യാർത്ഥികൾ SFIക്കാരന്റെ കൈകൊണ്ട് കേരളത്തിലെ ക്യാമ്പസിൽ കൊലയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോ ആ മൈക്ക് നീട്ടിയിട്ടുള്ള വലതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് തിരിച്ച് ഒരു ചോദ്യം സുധാകരനോട് ചോദിക്കാനില്ല. ആ മാധ്യമപ്രവർത്തകരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസിൽ SFIക്കാർ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ കേരളത്തിന്റെ ക്യാമ്പസിൽ SFIക്കാരന്റെ കൈകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല. നേരെ മറിച്ച് 10-35 കൂടുതൽ വിദ്യാർത്ഥികളുടെ ജീവൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ എടുത്ത സംഘടന ഒന്ന് KSU ആണ്, MSF ആണ്, ദളിത് പാന്തേഴ്സിന്റെ ആളുകളുണ്ട്. അവസാനമായി ശ്രീ M. ജയചന്ദ്രൻ ഇപ്പോ VK സനോജ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, VK സനോജ് ചൂണ്ടിക്കാട്ടിയ നിഖിൽ
പൈലിയുടെ കാര്യമുണ്ടല്ലോ. ഈ നിഖിൽ പൈലി കെ സുധാകരനുമായി ഒരുമിച്ചിരിക്കുന്ന ചിത്രം ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. നിഖിൽ പൈലിയെ ആശ്വസിപ്പിക്കുന്നത് പോലെയുള്ള ചിത്രമാണ് ഫേസ്ബുക്കിലൂടെ കാണുന്നത്. ഇത് തിരിച്ചായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഇത് ഏതെങ്കിലും കാരണവശാൽ അപ്പുറത്ത് പിണറായി വിജയനോ എം വി ഗോവിന്ദ മാസ്റ്ററോ ഇപ്പുറത്ത് വേറെ ആരെങ്കിലും ഏതെങ്കിലും കേസിൽ പ്രതിയായ ആരെങ്കിലുമാണ് ഇപ്പുറത്തുണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? ഈ നിഖിൽ പൈലിയുടെ കാര്യത്തിൽ ഒരു ചോദ്യവും ആരോടുമില്ല, ഒരു മാധ്യമ പ്രവർത്തകനും. ഞാൻ വലിച്ചു നീട്ടി മാധ്യമ പ്രവർത്തകൻ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ധീരജിൻ്റെ മരണത്തെ പറ്റി എത്രത്തോളം അല്ല ഡോക്ടർ ലാൽ, ധീരജിൻ്റെ മരണത്തെ പറ്റി എത്രമേൽ നീചവും മ്ലേച്ഛവുമായിട്ടാണ് KPCC പ്രസിഡൻ്റായ കെ സുധാകരൻ പ്രതികരിച്ചത്. ഇരന്നു വാങ്ങിയ മരണം എന്നാണ് ആ മനുഷ്യൻ ധീരജിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിനേക്കാളും മ്ലേച്ഛമായി, ഇതിനേക്കാളും നീചമായി ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയുമോ? പിന്നെ ഇനി മറ്റൊന്ന്, പിന്നെ ഡോക്ടർ സുനിൽ പി ഇളയിടം അടുത്തിടെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് മിഥുൻ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. അദ്ദേഹം പറയുകയായിരുന്നു, പിന്നെ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ പിന്നെ ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ രാഷ്ട്രീയം മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആർഗ്യുമെൻ്റ് വിജയിച്ചു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ എൻ്റെ രാഷ്ട്രീയം മറച്ചു വെച്ച് നിഷ്പക്ഷനായി നടക്കുന്ന ഒരാളെയല്ല ശ്രീ മിഥുൻ വിജയകുമാർ. എന്തായാലും അക്കാര്യം കൂടുതൽ കൊണ്ടുപോകാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. തർക്കിക്കാൻ നമുക്ക് സമയവുമില്ല. എന്തായാലും റിജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 9 പ്രതികളും കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ശിക്ഷ ചൊവ്വാഴ്ച അറിയാം. അന്നെങ്കിലും ഇന്ന് ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾക്ക് അതൊരു ചർച്ചാ ദിവസമായി മാറുമോ, ഈ കാര്യം ഒരു വാർത്തയായിട്ടെങ്കിലും നല്ല രീതിയിൽ കൊടുക്കുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് കേരളം. എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് VK സനോജ്, ഒപ്പം മിഥുൻ വിജയകുമാർ, M ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.